വയനാട് മേപ്പാടി ചൂരൽമല പുന്നപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. വെള്ളരിമലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന് സമീപം മണ്ണിടിഞ്ഞു. പുതിയ വില്ലേജ് റോഡിൽ വെള്ളം കയറി. കനത്ത മഴയിൽ അട്ടമല റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. എന്നാൽ ഉരുൾപൊട്ടലല്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ദിവസവേതനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദുരന്തബാധിതർ നടത്തിയ പ്രതിഷേധം ADMന്റെ ഉറപ്പിന്മേൽ അവസാനിച്ചു. രാത്രി പെയ്ത കനത്ത മഴയിൽ പുന്നപ്പുഴ കരകവിഞ്ഞൊഴുകിയപ്പോൾ ഭീതിയിലായിരുന്നു പ്രദേശവാസികൾ. രാവിലെയോടെ മഴ കുറഞ്ഞെങ്കിലും 8 മണിയോടെ വീണ്ടും മഴ കനത്തു. തുടർന്ന് പിന്നാലെ ബെയിലി പാലത്തിന് സമീപം റോഡിൽ വരെ വെള്ളം കയറി. റോഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ തോട്ടം മേഖലയിൽ ജോലിക്കായി എത്തിയ 150-ലധികം തൊഴിലാളികൾ മുണ്ടക്കയിലും അട്ടമലയിലും കുടുങ്ങി. നാട്ടുകാരും വനം വകുപ്പും ചേർന്നാണ് വാഹനങ്ങളിൽ തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. എന്നാൽ ദിവസവേതന തുകയായ 300 രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ബെയിലി പാലത്തിനു സമീപം പ്രതിഷേധിച്ചു. ചൂരൽമലയിലെത്തിയ വില്ലേജ് ഓഫീസർ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചുപോയി. തഹസിൽദാരെയും ഉദ്യോഗസ്ഥരെയും തടഞ്ഞുവെച്ച നാട്ടുകാർ ധനസഹായത്തിൽ ഉറപ്പ് ലഭിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടെടുത്തു. ദുരന്ത സമയത്ത് മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ താമസിച്ച മുഴുവൻ ആളുകൾക്കും ദിവസവേതനം നൽകുമെന്ന് ADM K. ദേവകി ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്ന് ADM തന്നിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് 10, 11, 12 വാർഡുകൾ 3 വാർഡുകളിലുള്ള ജനങ്ങൾക്ക് മുൻകാലത്ത് അങ്ങനെയാണ് കൊടുത്തത്. അവിടുത്തെ ആളുകൾക്ക് ഈ ദിനബത്ത താൽക്കാലികമായിട്ടെങ്കിലും 2 ദിവസത്തിനകം കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പാണ് ഇന്ന് ADM തന്നിട്ടുള്ളത്. അനുഭാവപൂർവ്വമില്ല ഒരു പരിഗണന നൽകാമെന്ന് തന്നെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളത് വിശ്വാസത്തിലെടുക്കുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പ്രതിഷേധത്തെ തുടർന്ന് അവരുന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ADM ഉറപ്പു നൽകിയതിന്റെ ആശ്വാസത്തിലാണ് ചൂരൽമലയിലെ പ്രദേശവാസികൾ. അതോടൊപ്പം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ മഴ കനത്തതോടുകൂടി അതിന്റെ ആശങ്ക കൂടി അവർക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആമ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.